ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അൽമാട്ടി മൊത്തത്തിലൊന്ന് കറങ്ങി കാണാൻ പോവുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ എടുത്ത റൂം എവിടെ, അൽമാട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 1 എത്രയോ സംതിങ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു റൂമാണ് നമ്മളെടുത്തത്. പിന്നെ ഇവിടെ നിന്നുള്ള ഈ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു എന്താ നമ്മളിപ്പോൾ ഒരു പടത്തിലൊക്കെ കാണില്ലേ, അതേപോലത്തെ ഒരു ഇമേജാണ്. ഇവിടെ മൊത്തം മഞ്ഞ് വീണ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മളിപ്പോൾ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഫുള്ള് മഞ്ഞ് വീണെടുക്കുക. സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം, അല്ലെങ്കിൽ പണി കിട്ടും, തെന്നി വീഴും. ഇവിടെ ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എത്താനായിട്ട്. നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യാം. ഓ കണ്ടോ, ഇവിടുത്തെ ആൾക്കാർ നമുക്ക് നിർത്തി തരും വണ്ടി. ഇതാ ഞാൻ പറഞ്ഞ ആ പാലം, വലിയ പാലം അത്. ആ പാലത്തിലേക്ക് നമുക്ക് അവിടെ നിന്ന്, മല അത്ര ക്ലിയർ അല്ല, ഇതെല്ലാം കാണാം ചെറുതായിട്ട്. അറ്റത്ത് കാണാൻ മലയാണ്. ഇത് കണ്ടോ, കൈ, ഈ മഞ്ഞിങ്ങനെ കൈ പിടിക്കുമ്പോൾ കട്ടയാവണില്ല, പൊടി പൊടി പോലെ തന്നെ ഇരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് എത്തണേ. സൂക്ഷിച്ച് കയറി കഴിഞ്ഞാൽ സേഫായിട്ട് അപ്പുറത്തെ സൈഡെത്താം. അങ്ങനെയുണ്ടോ, ഈ മണ്ണിൽ ഇത് മണ്ണ് കൂട്ടിയിട്ടേക്കായിരുന്നു. അവിടെ ഫുള്ള് മഞ്ഞ് വീണ് നല്ല രസമായിട്ട് എടുക്കുന്നുണ്ട്. എനിക്കിവിടെ ഇവിടെ രാത്രി നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ മുകളിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. Hi, thank you. Bye. അവർക്ക് പൈസ കൊടുക്കണം. യൂണിവേഴ്സിറ്റി. നമ്മളിപ്പോൾ ആ സ്ട്രീറ്റിൽ നിന്ന് നടന്നു വന്നേക്കണത് പാൻഫിലോ ഗാർഡ്സ്മെൻ പാർക്ക് അവിടെയാണ്. ഇവിടെ ഇത് ഒരു പാർക്കാണ്. ഇവിടെ ആൾക്കാർ സ്നോ സ്കേറ്റ് ഒക്കെ ചെയ്യാൻ വന്ന ഒരു സ്ഥലം അല്ലേ? അല്ല, ഇപ്പം ചേട്ടൻ ചെയ്തോണ്ട് പോണ കണ്ടു. റോഡ് ആ ചേട്ടൻ മഞ്ഞില്ലാത്ത സ്ഥലത്ത് കൂടി സ്നോ സ്കേറ്റ് ചെയ്തോണ്ട് പോണ്ടേ. ഞാനിപ്പോൾ ആ പള്ളിയുടെ ഉള്ളിൽ കയറി. ഭയങ്കര പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല, വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോ അങ്ങനെയൊന്നും എടുത്തില്ല. പക്ഷെ വേണമെങ്കിൽ ആരും കാണാതെയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷെ അതൊരു റൂൾ ബ്രേക്കിംഗ് ആയിപ്പോവും. അയ്യോ, നല്ല പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഫോട്ടോസ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഗോൾഡൻ കളർ വർക്കാണ് മൊത്തം ചെയ്തേക്കണേ. ഒരു വലിയ ഷാൻഡിലിയർ അതിൻ്റെ നടുക്ക് തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. ഭയങ്കര ഒരു മെമ്മറബിൾ ഒരു പള്ളിയായിട്ട് തോന്നണം. അതായത് നമ്മുടെ അവിടുത്തെ പള്ളികളുടെ ഇൻറ്റീരിയർ പോലെ അല്ല ഇവിടുത്തെ ഉണ്ടായിരുന്നത്, വേറൊരു തരത്തിലായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാത്ത എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. സ്റ്റിൽ അത് നല്ല രസമുണ്ടായിരുന്നു, എപ്പോഴും മെമ്മറിയിലുണ്ടാവും. ആ പാർക്കിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഒരു മെമ്മോറിയൽ ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞ ഒരു മോണ്യുമെൻ്റ് ഉണ്ട്. ഇതാണത്.
ഇവിടെ എന്തൊരു തീ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത് ഒറിജിനൽ തീയാണോ അതോ ഫേക്കാണോ എന്നറിയില്ല. കണ്ടോ? അതെ. നമ്മളിപ്പോൾ ഉള്ളത് അബൈ സ്ക്വയറിലാണ്. ഇവിടുന്ന് നമ്മൾ കോക്ടോബേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ഹില്ലാണ്. അവിടേക്ക് നമ്മൾ കേബിൾ കാറിൽ പോകാൻ പോവാം. അപ്പോൾ ഇത് ഈ അബൈ സ്ക്വയറിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെയാണ് ഫുൾ. ഇപ്പോൾ ഈ ക്രിസ്മസ് ടൈമൊക്കെ ഉണ്ട്, അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും. അവിടെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ കുറേ സ്കൂളിൽ നിന്നൊക്കെയാണെന്ന് തോന്നുന്നു പിള്ളേർ ഗ്രൂപ്പായിട്ടൊക്കെ ടീച്ചർമാർ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് കേബിൾ കാറിൽ കയറാനാണ്. കോക്ടോബേ, അങ്ങോട്ട് കോക്ടോബേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേബിൾ കാറിൽ പോകാൻ പോകണം. നമ്മളിപ്പോൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവുക. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡോറൊന്നും അടയില്ല. സ്പീഡിലാണല്ലോ തന്നെ. ആ ഡോർ ഓപ്പൺ ആകുമ്പോൾ തന്നെ ചാടി കയറണം. അയ്യോ, ക്യാമറയൊക്കെ പിടിച്ചോണ്ട് വരണം, എനിക്ക് പേടിയാണ്. കയറി ഓപ്പോസിറ്റ് ഇരിക്കണമെന്നുണ്ടോ? വീഴൊന്നുമില്ലല്ലോ, ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ആ, ഡോർ അടങ്ങി. ഇവിടെ എഴുതിയിട്ടൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. ഇരിക്കണ കാര്യമൊന്നും. സ്പീഡ് കൂടി. ഇതെങ്ങോട്ടാ? നോക്ക്, താഴോട്ടുള്ള വ്യൂ. നമ്മളതിന്റെ മുകളിലെത്തി. എന്താ ഇതിന്റെ പേര്? കോക്ടോബേ. ഇതിന്റെ മുകളിൽ കണ്ടോ ഒരു തല തിരിഞ്ഞൊരു വീടൊക്കെ ഉണ്ട്. പിന്നെ ഈ വീടിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇതെല്ലാം തല തിരിഞ്ഞ കാർ നിർത്തിയിട്ടൊക്കെ നോക്കൂ. അവരവിടെ ഇന്ത്യക്കാര് വന്ന ഡാൻസ് കളിയോ എന്തോ ഒരിത്. ആൾക്കാരൊക്കെ വായും പൊളിച്ച് നോക്കി നിൽക്കണ്ട്. ഞങ്ങൾ കുറച്ച് ഷോപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഒടുക്കത്തെ തണുപ്പായി. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്ര തണുപ്പായിട്ടുണ്ട്. ഇവിടെ പെറ്റിംഗ് സൂ ഉണ്ട്. അതായത് അതിൻ്റെ അകത്തേക്ക് ആൾക്കാർക്ക് കയറിയിട്ട് ഈ ഡക്കിന്, കോഴി, പിന്നെ ഇത് മറ്റേ സാധനത്തിനെയൊക്കെ പെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ മാനുകളുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. എല്ലാം നമ്മളെ കാണാത്ത ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന വെച്ചിട്ടിരിക്കും. ഇങ്ങനെ വരണം പോലെ തോന്നുന്നുണ്ട്. അതിന് പൈസ കൊടുക്കണമെന്നുണ്ടോ? അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷീപ്പിൻ്റെ വൂളുകൊണ്ട് ഉണ്ടാക്കിയ 2 തൊപ്പി മേടിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ കാണിച്ചു തരാം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ. ഇവിടെ ഷീപ്സിനെ കണ്ടോ? ഇപ്പം ഇവിടെ ഫുള്ള് ലൈറ്റ് ഇട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലായിടത്തും ലൈറ്റായി. ഐ ലവ് കോക്ടോബേ. കണ്ടോ? ഇത് ഫുൾ റോസസാ. നൈസ്. ഇവിടെ അറ്റത്തേക്കൊക്കെ നടക്കാൻ പേടിയോ? വീണു പോയാലോ? പ്രത്യേകിച്ച് പിടി ഒന്നുമില്ല. ഇവിടെ നമുക്ക് അൽമാട്ടി സിറ്റി ഫുള്ള് വ്യൂ ആണ് ഇവിടുന്ന്. ഇവ രാത്രിയായപ്പം ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. രാത്രിയല്ല, ഇപ്പം സമയം 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ ഇരുട്ടായി. സ്റ്റാറൊക്കെ വന്നു.
അവിടെ സ്കൈ ഉണ്ടോ? വുഡൻ സ്റ്റെപ്സ് ആയത്. ആ വുഡൻ സ്റ്റെപ്സിൽ കൂടി നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇതെങ്ങോട്ടേക്കാ പോണേന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ സ്റ്റെപ്പ് ഞങ്ങൾ വെറുതെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എവിടെ എത്തിയില്ലെങ്കിൽ തിരിച്ച് ഇതുപോലെ തന്നെ കയറണം. ഇത് കുറേ ഉണ്ട്, അറ്റം വരെ ഉണ്ട്. നമ്മളങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം താഴെ എവിടെയെങ്കിലും എത്തുമോ എത്തില്ലയോ നമുക്ക് നോക്കാം, എവിടെ എത്തണേന്ന്. നമ്മൾ ഉദ്ദേശിക്കണത് ബസ് കിട്ടണ വരെ സ്ഥലം എത്തണം എന്നാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് കയറിയിട്ട് ഇവിടുന്ന് കേബിൾ കാർ എടുത്ത് തിരിച്ചു കൊണ്ടുവരും. കേബിൾ കാറിന് ഞങ്ങൾ 1 വേ ആണ് എടുത്തത്. 2 റൗണ്ട് ട്രിപ്പ് ഉണ്ട്. അതായത് 1 വേ എടുക്കുവാണെങ്കിൽ 3500 പെർ പേഴ്സൺ. അത്രയും ടെങ്കെ, റുപ്പിയല്ല ടെങ്കയാണ് ഇവിടുത്തെ പൈസ. അപ്പോൾ അത്രയാണ്. റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ ഒരാൾക്ക് 6000 രൂപ. അതായത് കുറച്ച് ലാഭമുണ്ട് നമുക്കതിൽ. നമുക്ക് സിറ്റി വ്യൂ അവിടെ കാണാനുണ്ടല്ലോ, ഒരു പ്ലാനറ്റാണ്. അപ്പോൾ അവിടുന്ന് വന്ന് താഴെ എത്തി. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും അവരുടെ ഒപ്പം വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങി. നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താ? നസർ അബൈ അവന്യൂ. അവിടെയാണ് വന്ന് ഇറങ്ങിയത്. അപ്പം ഒരാൾക്ക് 200 ടെങ്കയാണ് ആയത്. അതായത് 2 പേർക്ക് 400 ടെങ്കെ. അപ്പം ആ ബസ് ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു ഇവിടെ വന്ന് ഇറങ്ങണം എന്നൊക്കെ. നമ്മൾ ക്യാഷാണ് കൊടുത്തത്. അപ്പം ഇവിടെയുള്ളവർ മിക്കവരും കാർഡാണ് യൂസ് ചെയ്യണേ. കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് അതിൻ്റെ അകത്ത് കയറിയിട്ട് സ്കാൻ ചെയ്യും. എന്നിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റോപ്പിലേക്ക് സെയിം പൈസയാണെന്ന് തോന്നുന്നു. കാരണം കയറുന്നവരൊക്കെ കാർഡുള്ളവരെല്ലാം ചുമ്മാ അവിടെ കാണിച്ച് ആ സ്കാൻ ചെയ്യുന്നു, കയറിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന സ്ഥലത്തേക്കാണ് പോകണമെന്നോ അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ചീപ്പായിരുന്നു. 400 ടെങ്കയ്ക്ക് നമുക്ക് പോയിട്ട് വരാൻ പറ്റി. മറ്റേ കേബിൾ കാറിന് എത്രയായിരുന്നു? 3500 അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അതായത് ഈ സ്ഥലത്ത് നിന്ന് തന്നെയല്ലേ നമ്മൾ കയറിയത്? അവിടെ നിന്ന് എവിടെ നിന്നെങ്ങാണ്ടോ ആ കേബിൾ കാറിൽ. അതെ. അപ്പോൾ ബസ്സാണെങ്കിൽ ഭയങ്കര, അതായത് ബസ് നമ്പർ 99 അല്ലേ? അതാണ് അങ്ങോട്ടേക്കുള്ള ബസ്. ഓ, ഇത് ബസ് 95 ആയിരുന്നോ? അപ്പോൾ കയറണതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് കയറുകയാണെങ്കിൽ എളുപ്പമാവും. അവർ പറഞ്ഞൊക്കെ തന്നോളും. പിന്നെ ഇതിലെ ബസ്സിൻ്റെ ഡ്രൈവർ തന്നെയാണ് കണ്ടക്ടർ എന്ന് തോന്നുന്നു. പൈസ ഉള്ളവരുടെ കാശ് മേടിക്കാൻ ബസ് ഡ്രൈവർ തന്നെ ഇടയ്ക്ക് ഓടി വന്നിട്ട് മേടിച്ചിട്ട് പോവുക ചെയ്തത്. എന്നിട്ട് ഓടിപ്പോയി പിന്നെയും തിരിച്ചു പോയി ഡ്രൈവ് ചെയ്തു. അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ തിരിച്ചെത്തി. എന്നാൽ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പം ഇന്നത്തെ അൽമാട്ടി സിറ്റി ടൂറും പിന്നെ നമ്മുടെ കോക്ക് ടോബെ അങ്ങോട്ട് പോയതിൻ്റെ കാര്യങ്ങളും അതെല്ലാം ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.